മകളും അല്ലേ? ആൾമാരോട്ടൊക്കെ കുറച്ചധികം മുമ്പേ എനിക്കറിയാമായിരുന്നു. ഓക്കെ മാഡം, ഇന്നലെ എങ്ങനെ ഈ സംഭവം ഉണ്ടായത്? ഞങ്ങൾ രാത്രി സംസാരിച്ചിരിക്കുവായിരുന്നു. അത് കഴിഞ്ഞ് അടുക്കളയിൽ ചെറിയ ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ശ്യാമ കിടക്കാൻ പോകുന്ന നേരത്താ പെട്ടെന്ന് അയാള് കത്തി. അടുക്കള ഭാഗത്ത് നിന്നാ. ഇന്നലെ രാത്രി അടുക്കള വാതിൽ എപ്പോഴാണ് അടച്ചത്? അത് ഞാൻ പറഞ്ഞില്ലേ സാർ, നമ്മൾ ഒരുമിച്ച് സംസാരിച്ചിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോയെന്ന്. അപ്പോ വാതിൽ തുറന്നു കിടക്കുന്ന കണ്ടിട്ട് ഞാൻ അടച്ചിരുന്നു. That means അതിനു മുൻപേ അടുക്കള വാതിൽ വഴി അക്രമി അകത്ത് കയറിയിട്ടുണ്ട്. വരുൺ CCTV ചെക്ക് ചെയ്തായിരുന്നു. നോക്കി സാർ, ഇതിനു മുമ്പ് സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെയാ. ആളറിയില്ലായിരുന്നു, ഇന്ന് വ്യക്തമായിട്ട് അറിയാം അല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. വരുൺ, നിങ്ങളെപ്പോലെ ഇത്രയും റണ്ണിംഗ് ആയ ബിസിനസ്സുകാർ അങ്ങനെ ഒരു അബദ്ധം പറ്റുക എന്ന് പറഞ്ഞാൽ അയാൾ കുറെ കാലമായിട്ട് ഞങ്ങളുടെ പുറകെ ഉണ്ടായിരുന്നു സർ. ഞങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി അയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അതിന്റെ ഫലമാ ഇപ്പൊ എന്റെ മക്കളെ അനുഭവിക്കുന്നത്. എല്ലാം നഷ്ടപ്പെടാൻ അവനാ കാരണം. ഇന്നലെ വരുൺ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഇൻഫർമേഷൻ കൊടുത്തിരുന്നു, ഫോട്ടോയും സെൻഡ് ചെയ്തു. പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ സൂക്ഷ്മമായി നടന്നിരുന്ന ഒരാൾ, അയാൾക്കുള്ള ഒളിത്താവളങ്ങൾ സുരക്ഷിതമായിട്ട് അയാൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ടാവും. സാർ, എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അയാൾക്ക് പുറയിലുള്ള ആളെ തിരിച്ചറിയാന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ചെയ്യാടോ. മാഡം, ഇന്ന് രാത്രി മുതൽ മാഡത്തിന് സെക്യൂരിറ്റി ഉണ്ടാവും. 2 പോലീസുകാർ വൈകുന്നേരം വരും. അയ്യോ, അതൊന്നും വേണ്ട സർ. പോലീസുകാരെ കാവല് നിർത്തിയും ജീവിക്കാന്നൊക്കെ പറയുന്നത്. തൽക്കാലം മാഡം ഇതിനെതിരെ പറയണ്ട. മാഡത്തിനെ പോലെയുള്ള സെലിബ്രിറ്റിക്ക് ഒന്നും പറ്റാതിരിക്കേണ്ടത് ഈ കേരളക്കാരുടെ ആവശ്യമല്ലേ? പോലീസുകാർ വേണം സർ.